ഈ പേപ്പർ കവറുകൾ വെച്ച് ആർക്കും ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ കവർ കട്ട് ചെയ്തെടുക്കുകയാണ്. പേപ്പർ കവറിന്റെ ഈ ഒരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് 3 പീസുകൾ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് വീതി കൂടിയ ഒരു പീസും വീതി കുറഞ്ഞ 2 പീസുകളുമാണ് നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വീതി കൂടിയ പീസ് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇത് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇർക്കിളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളിവിടെ ബ്രഷ് പെന്നുകൾ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് വീതി കുറഞ്ഞ പീസുകളിലൊന്ന് വരച്ചെടുക്കണം. ഇതിന്റെ 2 ഭാഗങ്ങളിലും നമുക്ക് ഇതുപോലെ വരച്ചെടുക്കണം. നമ്മൾ വെറുതെ കളയുന്ന ഈ വേസ്റ്റ് കവറുകൾ വെച്ച് നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. 2 എണ്ണത്തിലും നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ വരച്ചെടുത്ത ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അടുത്ത പീസും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ. 2 പീസുകളും നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് ഇനി നമുക്ക് ആ 2 പീസുകളും ഇതുപോലെ ചുറ്റിയെടുക്കണം. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ വേസ്റ്റ് കവർ വെച്ച് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തു. വേറെയും കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പൂക്കളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതുപോലത്തെ കവർ വെച്ച് തന്നെ ഇലകളും ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഒരു പീസ് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിൽ നിന്നും ഇലകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ വളരെ സിമ്പിളായി നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ഇത്രയും ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകളെല്ലാം നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇലകളും നമുക്ക് ഇതുപോലെയാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇനി ഇതുപോലത്തെ കവറുകളൊന്നും കിട്ടുമ്പോൾ ആരും വെറുതെ കളയരുത്. ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മൾ ഇതുപോലെയാണ് ഇല ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് ഇലകൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിയുന്ന പേപ്പർ കവറുകൾ വെച്ചാണ് നമ്മൾ ഈ പൂക്കളും ഇലകളും എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.